Hello guys, welcome back to my YouTube channel. So കുറേ ആയി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആക്ച്വലി ഇപ്പം കുറച്ച് ബിസി ആയി പോയിട്ടാണ്. അപ്പം കുറേ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് അവരൊക്കെ ബിസിയാണ്. സോ ഇന്ന് ഞാൻ ഇപ്പോൾ ടൈം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ഇന്നത്തെ ഡേ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ കാണാം. ഗൈസ്, നമ്മളപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ മീൻ. ഞാൻ കുറേ അയിലയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിന്ന് അയില തിന്നാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുറേ അയില നോക്കി ലാസ്റ്റ് കിട്ടിയതാണ് ഈ മീൻ. ഇതിൻ്റെ പേര് ഇവിടെ ചരികൾ എന്നാണ് പറയുക. ഗൈസ്, അപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇതെൻ്റെ സിസ്റ്ററാണ്. അവളത് ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ. ഓക്കെ, വ്ളോഗിലൊന്നും വേറെ അത്ര വലിയ താല്പര്യമില്ലാത്ത. യെസ്, ഇത് ഞങ്ങൾ പുഴുങ്ങാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഈ ചക്ക അവിടെ നന്നാക്കുകയാണ്. ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് സ്പെഷ്യൽ ചക്കയാണ്. ഗൈസ്, അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി അവിടെ ആവുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ മീനിൽ കുറച്ചൊന്ന് മുളകൊക്കെ തേച്ച് മസാലയൊക്കെ തേക്കാൻ പോവാണ്. ഗൈസ്, ഇതാ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി പുറത്തേക്ക് എടുത്തിട്ട് വേണം ഈ മീനൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈവനിങ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ജിമ്മ് പോവാണ്ട്. സോ അതിനു മുന്നേ നേരത്തെ നമ്മൾ ചക്ക നന്നാക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ ചക്കപ്പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഗൈസ്, ഇതാണ് നമ്മളെ ചക്കപ്പുഴുക്ക്. അടിപൊളിയായിട്ടുണ്ടെന്നാണ് അവരൊക്കെ പറഞ്ഞത്. അവരെല്ലാം കഴിച്ചു. ഇനി ഞാനാണ് കഴിക്കാൻ പോകുന്നത്. ശരിക്കും ഇതിൻ്റെ കൂടെ കട്ടൻ ചായ കുടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എന്താ പറയുക, കട്ടൻ ചായ ഇപ്പോൾ ഞാൻ ഷുഗർ കട്ടായതുകൊണ്ട് അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. സോ ജസ്റ്റ് നമുക്ക് ഇത് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ സമയമായി. നമ്മളിതാ ജിമ്മിലോട്ട് പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മളിതാ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോവാണ്. അവളിന്ന് വണ്ടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഗൈസ് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ജിമ്മ് പോയി വന്നതിന് ശേഷമാണ് പ്രാർത്ഥിക്കാറുള്ളത്. ബിക്കോസ് ഞാൻ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവിടെ വിളക്ക് വെക്കാറ്. സോ ഞാൻ പോയി വന്ന് ഫ്രഷ് ആയി നമുക്ക് ഡിന്നർ കഴിക്കണം. ഡിന്നർ എന്ന് പറയുമ്പോൾ ഞാൻ അധികം ഫുഡ് കഴിക്കാറില്ല രാത്രി. പക്ഷേ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് ഈ മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തത്, സ്കിംഡ് മിൽക്ക്. ഞാനിതാണ് യൂസ് ചെയ്യാറ്, ഗുഡ് ലൈഫിൻ്റെ സ്കിംഡ് മിൽക്ക്. ഇത് നമുക്ക് ഒന്നാമത് ഡയറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഈ ഒരു ഷേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. 2 ഡേറ്റ്സും 4 ബദാമും 4 കാഷ്യൂനട്ടും പിന്നെ 2-3 റൈസിൻസും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് അടിച്ചിടും.
പിന്നെ കുറേ പഠിക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പം പഠിക്കാൻ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ആക്ച്വലി വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ ഇന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ വെറുതെ ഇന്നൊരു ദിവസം ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇനിയും ഞാൻ ഇതേമാതിരി വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ ഇത്രയേ ഉള്ളൂ. ബൈ.